ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇന്ന്. എന്താണെന്നല്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മൾ വരുന്നതും അതിലൊരു ഭാഗമാകാൻ കഴിയുന്നതുമൊക്കെ ആദ്യമായിട്ടാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോവയിലെ തളികാവ് എന്ന സ്ഥലത്തെ സെൻറ്റ് മൈക്കിൾ ചർച്ചിലാണ്. ഇന്ന് ഇവിടെയാണ് ഷൂട്ടിങ്. നമ്മുടെ എല്ലാം പ്രിയതാരമായ നിവിൻ പോളി നായകനാകുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത്. വലിയ സീനൊന്നും ഇല്ല കേട്ടോ. ഒരു ചർച്ചിലെ കുർബാന സമയത്ത് എല്ലാവരും ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്നു, കുർബാനയ്ക്ക് ഇരിക്കുന്ന ഒരു ചെറിയൊരു സീൻ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മലയാളീസിനെയൊക്കെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പിന്നെ അറിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ഓടിയത് വേറൊന്നുമില്ല, നിവിൻ പോളി ഒന്ന് നേരിട്ട് കാണാം, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെയുള്ള ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയാം. നിവിൻ പോളിയെ കാണാനുള്ള, നമ്മൾ സിനിമയിൽ മാത്രം കണ്ടുന്ന ഒരു വ്യക്തിയെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് എന്നൊക്കെ പറയാമല്ലോ, അതായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. പുറത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അകത്തോട്ട് അവർ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ രാവിലെ ചെന്നപ്പോൾ തന്നെ രാവിലെ ഒരു 8-9 മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ട് വന്ന പുട്ടും കടലയും ഇഡ്ഡലി ചമ്മന്തി അങ്ങനെ പിന്നെ മുട്ട സഹിതം അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നിവിൻ പോളി മാത്രമല്ല കേട്ടോ, പിന്നെ സുരേഷ് കൃഷ്ണ സാറ്, പിന്നെ വേറൊരു ആക്ടർ കൂടി ഉണ്ടെന്ന് എനിക്ക് പേര് എത്ര ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ അവരുടെ ആരുടെ ഞാൻ പറഞ്ഞില്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവരെല്ലാം പുറത്ത് വന്നിട്ട് അവരുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ഫോട്ടോ. അപ്പോൾ പറഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന്. അതുപോലെ തന്നെ കേട്ടോ, വീഡിയോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ ഇത് അകത്ത് നമ്മൾ ചെന്നപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അധികം ആരും വന്നിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അന്നേരം ഞങ്ങൾ ആരും അറിയാതെ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റില്ല. വീഡിയോ ഫോൺ എടുത്തപ്പോഴേ പറഞ്ഞു വീഡിയോ ഫോട്ടോസൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തോ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ വേറെന്താ, എല്ലാവരെയും കാണാൻ പറ്റി. അതൊക്കെ ഏറ്റവും ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണല്ലോ. പ്രേമം സിനിമയിലൊക്കെ നമ്മൾ നിവിൻ പോളിയൊക്കെ കണ്ട് തട്ടത്തിന് മറയത്തിലേക്ക് ആ നിവിൻ പോളി ഒരു തിരിച്ചു വരവെന്നൊക്കെ പറയാം. അതേ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതിനൊക്കെ അടിപൊളി ലുക്കും ഗ്ലാമറുമാണ് കേട്ടോ. ഇവരെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടുപോകുമെന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.